അളിയൻ വിളിച്ചായിരുന്നോ? ഇല്ല ഏട്ടാ, അയാൾക്ക് പിന്നെ നമ്മുടെ കാശ് മാത്രം മതിയല്ലോ. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി, എന്നെ ഒന്ന് സ്നേഹത്തോട് പോലും നോക്കിയിട്ടില്ല. പിന്നെ അയാളുടെ പഴയ കാമുകിമാരെ വെച്ചാ കമ്പാരിസൺ. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു കണ്ണാടി നോക്കാനുള്ള കോൺഫിഡൻസ് പോലും ഇല്ല. ശരീരത്തിലാണെങ്കിൽ അയാളുടെ തല്ലുകൊള്ളാത്തൊരു ഭാഗവും ഇല്ല. മോളെ, ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമുക്കിനി ബന്ധം വേണോ? നീ എന്താ ഇതൊക്കെ എൻ്റെ അടുത്ത് ആദ്യമേ തുറന്നു പറയാത്ത? കാശിന് ആക്രാന്തം ഉണ്ടെങ്കിലും നിന്നെ സ്നേഹിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എനിക്കറിയില്ല ഏട്ടാ എന്ത് ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞ ഒരുതരം മരവിപ്പിലാണ് ഞാൻ. അമ്മയോട് ഞാൻ പലവട്ടം ഇക്കാര്യം പറഞ്ഞതായിട്ടാ. അപ്പം അമ്മ പറയുന്നത് പെണ്ണുങ്ങളായ ഇതൊക്കെ സഹിക്കണമെന്നാ. മോളെ, നമുക്കിന്ന് തന്നെ ഒരു വക്കീലിനെ കാണാം, ഡിവോഴ്സിന് ഫയൽ ചെയ്യാം. കല്യാണ സമയത്ത് അവന് കുറച്ച് കാശ് കൊടുക്കാമെന്ന് നമ്മൾ സമ്മതിച്ചിരുന്നു. അത് കൊടുക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് അവൻ നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണം. എന്തായിരുന്നാലും അച്ചറ്റയ്ക്ക് ഞാൻ കൊടുക്കണം. മാളുവിന് അവളുടെ അച്ഛനെന്ന് പറഞ്ഞ ജീവനായിട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളെല്ലാം സഹിച്ച് അവിടെ നിന്നത്. പിന്നെ ഇവിടെ 2 ദിവസം വന്ന് നിൽക്കാന്ന് വിചാരിച്ചാൽ സുജയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അമ്മയുടെ അച്ഛൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഡിവോഴ്സ് ചെയ്താൽ ഞാൻ എങ്ങോട്ട് പോകും ചേട്ടാ? ശരിക്കും എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്ക് ചത്ത് കളയാനാ തോന്നുന്നത്. മോളെ, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഈശ്വര, സ്വന്തം അനിയത്തിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഗതികെട്ട ഒരു ഏട്ടനായിപ്പോയില്ല. ഏട്ടാ, മറ്റാരെക്കാളും ഏട്ടൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ ഇതൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാത്തത്. നീ പേടിക്കണ്ട. അച്ഛനോടും അമ്മയോടും ഞാൻ ഈ കാര്യം സംസാരിച്ചോളാം. ഡിവോഴ്സ് എന്ന് കേൾക്കുമ്പം ആദ്യം അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അച്ഛനെ അമ്മയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം.